من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ബാബു മഅരിഫത്തിൽ മുഅന്നസി, മുഅന്നസിനെ പരിചയപ്പെടുന്നതിലുള്ള അധ്യായം. മുഅന്നസ്, മുദക്കർ മുഅന്നസ്. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. അത്തരം പദങ്ങളെ കുറിച്ച് പരിചയപ്പെടുന്ന, മുഅന്നസുകളെ കുറിച്ച് പരിചയപ്പെടുന്ന അധ്യായമാണ് ഇനി പറയാൻ പോകുന്നത്. അതൊന്ന് പറയാം. മുഅന്നസ് 3 വിധമുണ്ട്. മുഅന്നസ് 3 വിധം. ഒന്ന് മുഅന്നസ് ഹഖീഖി, പേര് മുഅന്നസ് ഹഖീഖി എന്ന് പറയും. യഥാർത്ഥ മുഅന്നസ്. അതിൻ്റെ ഓപ്പോസിറ്റ് മുദക്കർ ഉണ്ടാവും. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മുദക്കറായ പദമുണ്ടാവും. ഉദാഹരണം നോക്കുക, ഇവിടെ കണ്ടോ, മർഅത്ത് സ്ത്രീ, അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് അർറജുലു പുരുഷൻ ഉണ്ട്. സ്ത്രീയുടെ ഓപ്പോസിറ്റ് പുരുഷനുണ്ട്. ഇതിന് ഹഖീഖിയായ മുഅന്നസ് എന്നാണ് പറയാം. ഇനി അടയാളങ്ങളെ കൊണ്ട് മുഅന്നസ് ആയതുണ്ട്. അടയാളങ്ങളെ കൊണ്ട് മുഅന്നസ്, അതിന് മുഅന്നസ് ബി അലാമ എന്ന് പറയാം. മുഅന്നസ് ബി അലാമ, അടയാളങ്ങളെ കൊണ്ട് മുഅന്നസ്. അത് 3 അടയാളങ്ങളുണ്ട്. 3 അടയാളങ്ങൾ. അത് ഒന്ന് ഹാത്ത, ഇവിടെ കണ്ടങ്ങൾ, ജന്ന, അതായത് വഖഫ് ചെയ്യുന്ന സമയത്ത് ഹ ആയി മാറുന്ന താ, ജന്നത്ത്, ജന്ന, വഖഫ് ചെയ്യുമ്പോൾ ജന്ന എന്ന് പറയാം. റഹ്മ, ബറക്ക, അങ്ങനെ താ കൊണ്ടുള്ള അത് മുഅന്നസാണ്. മറ്റൊന്ന് മംദൂദായ അലിഫ്, നീട്ടപ്പെടുന്നത്. ഇപ്പം സ്വഫ്രാ കണ്ടോ, മദ്ദാണുള്ളത്. സ്വഫ്രാ, ഹംറാ, സൗദാ. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരുമ്പോഴാണ് മംദൂദാന്റെ അലിഫ് എന്ന് പറയാം, നീട്ടപ്പെടുന്നത്. മൂന്നാമത്തത് മക്സൂറയായ അലിഫ്. കുബ്ര, ബുഷ്റ, ദിക്റ കണ്ടോ, ഇതൊക്കെ ഒരു മക്സൂറയാണ്, മംദൂദല്ല, നീട്ടേണ്ടതല്ല, പക്ഷെ ചുരുക്കപ്പെട്ടതാണ്. കുബ്ര, ഖദീജത്തുൽ കുബ്ര, ബുഷ്റ, ദിക്റ, ഇതൊക്കെ മുഅന്നസ്. അപ്പോൾ മുഅന്നസ് 3 വിധം. ഒന്ന് മുഅന്നസുൻ ഹഖീഖിയുൻ, യഥാർത്ഥ മുഅന്നസ്, ഒറിജിനൽ മുഅന്നസ്. പിന്നെ അടയാളങ്ങളെ കൊണ്ട് മുഅന്നസ്. ആ അടയാളങ്ങൾ 3 രൂപമുണ്ട്. ഒന്ന് താ, മറ്റൊന്ന് മംദൂദാന്റെ അലിഫ്, മറ്റൊന്ന് മക്സൂറായ അലിഫ്, ചുരുക്കപ്പെട്ട അലിഫ്, മറ്റേ നീട്ടപ്പെട്ട അലിഫ്. പിന്നെ മൂന്നാമത്തായിട്ടാണ് മുഅന്നസ് മിൻ ജിഹത്തി സമാഅ, കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ മുഅന്നസായി. ഖുർആനിലും ഹദീസിലും ഒക്കെ പ്രയോഗിച്ച, അതുപോലെ അറബി അവരുടെ കലാമുകളിൽ ഒക്കെ പ്രയോഗിക്കപ്പെട്ട അലിഫ് മുഅന്നസ്. അതിന് ഹഖീഖിയും ആവൂല, അതുപോലെ അടയാളങ്ങളും ഉണ്ടാവില്ല. ഉദാഹരണം ഇതുപോലെ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഉദുൻ, ചെവി, ഇസ്ബ, വിരല്, കബിദ്, കരള്, സബീൽ, വഴി, സൂക്ക്, അങ്ങാടി. ഈ പറയപ്പെട്ട പദങ്ങളൊക്കെ കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ ഖുർആനിലും ഹദീസിലുമൊക്കെ വന്നതും, അല്ലെങ്കിൽ എഴുത്തുകാരുടെ
സാഹിത്യകാരുടെ ക്ലാസിക്കലായ അറബി സാഹിത്യങ്ങളിൽ വന്ന മുഅന്നസായ രൂപത്തിൽ ഉപയോഗിച്ച പദം. ഇങ്ങനെ 3 രൂപത്തിലാണ് മുഅന്നസ് ഉള്ളത്. ഒന്നുകൂടി പറയാം. ഒന്ന് മുഅന്നസ് ഹഖീഖി, യഥാർത്ഥ മുഅന്നസ്, ഒറിജിനൽ മുഅന്നസ്. മറ്റൊന്ന് മുഅന്നസ് ബി അലാമത്ത്, അടയാളങ്ങൾ കൊണ്ട് മുഅന്നസ്. താവ് കൊണ്ട് 3 അടയാളം ഉണ്ടാകുക. താഴ്ത ജന്നത്ത്, റഹ്മത്ത്. മംദൂദയായ അലിഫുണ്ട്, ഹംറാ, സൗദ. പിന്നെ മക്സൂറയായ അലിഫ്, കുബ്ര, ബുഷ്ര. പിന്നെ സമാഇയായ മുഅന്നസ്. സമാഇയായ മുഅന്നസ് എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മുഅന്നസ്. ഉദുന്, സൂക്ക്, ഷംസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ജുമാന, കാശിഫ. ഫൈസ. ഹലോ. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ബാബു മഅരിഫത്തിൽ മുഅന്നസ്, മുഅന്നസിനെ പരിചയപ്പെടുന്ന അധ്യായമാണ്. വൽ മുഅന്നസു, മുഅന്നസ് അലാ സലാസത്തി അഖ്സാമിൻ, 3 ഇനങ്ങളാണ്. മുഅന്നസ് 3 ഇനങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന് മുഅന്നസുൻ ഹഖീഖിയുൻ, മറ്റൊന്ന് മുഅന്നസുൻ ബി അലാമത്തിൻ, മറ്റൊന്ന് മുഅന്നസുൻ മിൻ ജിഹത്തി സമായി. ഈ 3 ഐറ്റം. അപ്പോൾ ഹഖീഖിയായ മുഅന്നസ്, അലാമത്ത് കൊണ്ട് മുഅന്നസ്, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള മുഅന്നസ്, സമാ കേൾവി, കേൾവിയുടെ ഭാഗത്ത് കേട്ടുപോരുന്ന മുഅന്നസ്. ഇങ്ങനെ 3 എണ്ണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഫൈസ എവിടെ? ഫൈസ എവിടെ? ഫൽ മുഅന്നസുൽ ഹഖീഖിയു, അപ്പോൾ ഹഖീഖിയായ മുഅന്നസ് എന്ന് പറഞ്ഞാൽ മാ, ഒരു പദമാണ്. കാനബി ഇസാഇഹ, അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരിക്കുന്നു. അൽ മുദക്കറു, മുദക്കർ ഉണ്ടായിരിക്കുന്നു. ഓപ്പോസിറ്റ് മുദക്കറുള്ള മുഅന്നസിനാണ് ഹഖീഖിയായ മുഅന്നസ്, ഒറിജിനൽ മുഅന്നസ് എന്ന് പറയാം. ഇതുപോലെ കൽ മർഅത്തി, അൽ മർഅത്ത് എന്നുള്ള പദം പോലെ. ബി ഇസാഇഹ, അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. അർ റജുലു, റജുലുണ്ട്, പുരുഷനുണ്ട്. പെണ്ണിൻ്റെ ഓപ്പോസിറ്റ് പുരുഷനുണ്ട്. അതുപോലെ വൽ അത്താനി, പെൺകഴുത. ബി ഇസാഇ അൽ ഹിമാറു, ആൺകഴുത. ആൺകഴുത ഓപ്പോസിറ്റ് ഉണ്ട്. അത്താൻ എന്ന് പറഞ്ഞാൽ പെൺകഴുത, ഹിമാർ എന്ന് പറഞ്ഞാൽ ആൺകഴുത. അപ്പോൾ ഇതാണ് ഹഖീഖിയായ മുഅന്നസ്. ഇനിയോ വൽ മുഅന്നസു ബിൽ അലാമ, അടയാളങ്ങൾ കൊണ്ട് മുഅന്നസാക്കപ്പെട്ടത്. ലഹ, അതിനിക്കുണ്ട്. സലാസു അലാമാത്തിൻ, 3 അടയാളങ്ങളുണ്ട്. എത്ര അടയാളം? 3 അടയാളങ്ങൾ. ഏതൊക്കെയാണത്? ഒന്ന് അത്താ ഉ, ഒന്നാമത്തെ അടയാളം താ ആണ്. അല്ലത്തി, എങ്ങനെയുള്ള താ? തസ്വീറു, അതായിത്തീരും. ഫിൽ വഖഫി, വഖഫ് ചെയ്യുമ്പോൾ, നമ്മളൊരു നിർത്തുന്ന സമയത്ത് ആ താ കൊണ്ട് അവസാനിപ്പിക്കുന്ന പദം അല്ലെങ്കിൽ സംസാരം അവസാനിപ്പിക്കുന്ന സമയത്ത് ആ താ ആയിത്തീരും ഹാ അൻ, ഹാ ആയിത്തീരും. ഹാ ആയിത്തീരും. അങ്ങനെയുള്ള താ. ഇതുപോലെ അൽ ജന്ന, അതുപോലെ അർ റഹ്മ, അൽ ബർക്ക. ഇതൊക്കെ എന്താണ്? നിർത്തുകയാണെങ്കിൽ, ഇത്തരം പദങ്ങളുടെ മേൽ നമ്മുടെ സംസാരം അവസാനിപ്പിക്കുകയാണെങ്കിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാ ആയി മാറും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതാണ് ഒന്നാമത്തെ അടയാളം.
ഇനി രണ്ടാമത്തത് വൽ അലിഫുൽ മംദൂദത്തു, മംദൂദയായ അലിഫ്, മദ്ദു വെക്കപ്പെടുന്നതായ അലിഫ്. അവിടെ നീട്ടൽ നിർബന്ധമാവും. നമുക്കറിയാലോ, മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരുമ്പോൾ നീട്ടണ്ടേ. അപ്പോൾ മംദൂദയായ അലിഫ്. കണ്ടോ, നീട്ടപ്പെടുന്ന അലിഫാണത്. വൽ ഹംറാഉ, ഹംറാ പോലെ അത് നീട്ടുന്നതാണ്. മദ്ദക്ഷരത്തിന് ശേഷം ഒരു ഹംസ കാണാം. വസ്സൗദ, സൗദ പോലെ. ഇതൊക്കെ മുന്നസാണ്. സൗദ, ഹംറ ഇതൊക്കെ. അപ്പോൾ ഒന്നാമത്തത് താ, മറ്റത് മംദൂദയായ അലിഫ്. ഇനി മൂന്നാമത്തത് വൽ അലിഫുൽ മക്സൂറത്തു, മക്സൂറയായ അലിഫ്, ചുരുക്കപ്പെട്ടത് എന്നർത്ഥം. മറ്റേത് നീട്ടപ്പെട്ടതാണ്, നീട്ടാൻ പറ്റുന്നതാണ്. ഇത് നീട്ടണ്ട, ചുരുക്കിയതാണ്. ഇതുപോലെ അൽ കുബ്ര, അൽ ബുഷ്റ, വദ്ദിക്റ, ഇതൊക്കെ നീട്ടപ്പെട്ടത്. അത് നീട്ടപ്പെട്ടതല്ല, ചുരുക്കപ്പെട്ടത്. അപ്പം രണ്ടാമത്തെ വിഭാഗം മുഅന്നസ് അടയാളങ്ങളെ കൊണ്ട് മുഅന്നസാണ്. ഈ അടയാളങ്ങൾ 3 വിധം. മൂന്നാമത്തത് വൽ മുഅന്നസു മിൻ ജിഹത്തി സമാഇ, കേൾവിയുടെ ഭാഗത്തു കൂടെ മുഅന്നസായത്, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മുഅന്നസായത്. ഇതുപോലെ ഉദുൻ, ഇസ്ബഅ്, കബിദ്, സബീല്, സൂഖ്, ഐന്, ജഹീം, ദാറ്, ദാറ് വീട്, നാറ്, ഷംസ്, റിജ്ല്, യദ്. വഹാദിഹിൽ അസ്മാ, ഇത്തരം ഇസ്മുകൾ തുഹ്ഫൽ, അവ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മിൻ വൈരി ഹാദൽ കിതാബ്, ഈ കിതാബ് അല്ലാത്തതിൽ. അപ്പോൾ തന്നെ വേറെ കിതാബിൽ, ഇത് ചെറിയ കിതാബാണല്ലോ, മറ്റ് വലിയ കിതാബുകളിലൊക്കെ ഇത്തരം സമാഇയായ മുഅന്നസുകൾ എന്താണ് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുഅന്നസുൻ ഹഖീഖിയുൻ, മുഅന്നസുൻ ബി അലാമത്തിൻ, മുഅന്നസുൻ സമാഇയുൻ. ഹഖീഖിയായ മുഅന്നസിന് ഉദാഹരണം സൈനബ്, ഫാത്തിമ. അടയാളങ്ങളെ കൊണ്ട് മുഅന്നസായത് താവ് കൊണ്ട്, മംദൂദയായ അലിഫ് കൊണ്ട്, മക്സൂറയായ അലിഫ് കൊണ്ട്. ജന്നത്ത്, റഹ്മത്ത്, ഹംറാ, സൗദ, കുബ്ര, ബുസ്ര. മുഅന്നസുൻ സമാഇയുൻ, സമാഇയായ മുഅന്നസ്. അവിടെ ഉദുന്, സൂക്ക്, ഷംസ് സമാഇയ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്താണ് ഹഖീഖിയായ മുഅന്നസ് എന്ന് പറഞ്ഞാൽ? കാശിഫ, ഒറിജിനൽ മുഅന്നസ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മുദക്കർ ഉണ്ടാവും. അയ്യോ, യെസ്. ഏതൊക്കെയാണ് 3 അടയാളങ്ങൾ മുഅന്നസിന്? അടയാളങ്ങളെ കൊണ്ട് മുഅന്നസാകുമ്പോൾ ഏതൊക്കെ 3 അടയാളങ്ങൾ? ഫൈസ, 3 അടയാളങ്ങൾ ഏതൊക്കെയാ? പിന്നെ മംദൂദയായ അലിഫ്, മക്സൂറയായ അലിഫ്. മംദൂദയായ അലിഫ്, മക്സൂറയായ അലിഫ്. ഓക്കെ, മറക്കരുത്. പിന്നെ സമാഇയായ മുഅന്നസിന് ഉദാഹരണം ജുമാന. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ പറഞ്ഞില്ല, അതിൽ ഒരു 2-3 പറ. സമാഇ,
ആ പിന്നെ ഷംസ് അല്ലേ, ദാറ്. ഓക്കെ, ഇനി ഇതിൽ മുഅന്നസിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ കണ്ടുപിടിക്കാനാണ്. ഞാൻ വായിക്കാം മതി. കാനത്ത് സൽമ വ സൈനബു സ്വദീഖത്തൈനി. സൽമയും സൈനബും കൂട്ടുകാരികളായിരുന്നു. ഇഹദാഹുമ അമ്യ, രണ്ടിലൊരാൾക്ക് കാഴ്ചയില്ലായിരുന്നു. വൽ ഉഖ്റ, മറ്റവൾക്ക് സ്വമ്മ, കേൾവിയും ഇല്ലായിരുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, പിന്നെ ഒരാൾ കണ്ണ് കാണാത്തവളും മറ്റാൾ ബധിരയുമാണ്. ചെവിയും കേൾക്കൂല, സംസാരിക്കൂല. അസമത്ത, അവർ രണ്ടുപേരും തീരുമാനിച്ചു. അല സിയാറത്തി സ്വദീഖത്തിഹിമ ഫാത്തിമ, ഫാത്തിമ എന്ന അവർ രണ്ടുപേരുടെയും കൂട്ടുകാരിയെ കാണാൻ. അൽ ബഖ്മാ, അവൾ ബഖ്മാണ്, കേൾക്കും, സംസാരിക്കാൻ കഴിയില്ല. ഫല്ലത്തിൽ അംയ ഉത്വരീഖ ഇല ഫല്ലത്തിൽ അംയ ഉത്വരീഖ ഇല ദാരിഹ. കണ്ണ് കാണാത്ത പെണ്ണിന് അവളുടെ വീട്ടിലേക്കുള്ള വഴി തെറ്റിപ്പോയി. അപ്പോൾ അവൾ ഫനാദത്ത് സ്വദീഖത്തഹ സമ്മ, കേൾക്കാത്ത പെണ്ണിനെ കൂട്ടുകാരി അവൾ വിളിച്ചു. പക്ഷെ അവൾക്ക് കേൾക്കൂലല്ലോ. ലാക്കിൻ ഉദുനുഹ ലം തസ്മ ഫദഹബത്ത് ഇലാ സബീലിഹ, അവൾ അവളുടെ വഴിക്കും പോയി. ഒരു ചെറിയൊരു സംഭവം. അപ്പോൾ ഇതിൽ മുഅന്നസായ കുറേ പദങ്ങളുണ്ട്. ആദ്യം പറയേണ്ടത് ഹക്കീക്കിയായ മുഅന്നസുകളെ കുറിച്ചാണ്. ഏതൊക്കെയാണ് ഹക്കീക്കിയായ മുഅന്നസ്? പറ. സൽമ ഒരു പെണ്ണാണല്ലോ, ഹക്കീക്കിയായ മുഅന്നസ്. പിന്നെ സൈനബ്, പിന്നെ അവിടെ ഫാത്തിമ, പിന്നെ പിന്നെ കഴിഞ്ഞോ? സ്വദീഖത്തൈനി, സ്വദീഖത്ത്, അത് ഹക്കീക്കിയ മനസ. സ്വദീഖത്ത് അത് താവുകൊണ്ട് മനസ്സാണ്. ഓക്കെ, ഇനി മംദൂദയായ അലിഫ് കൊണ്ട് മുഅന്നസായതുണ്ടോ? മംദൂദയായ അലിഫ്, ഫൈസ. മംദൂദയായ അലിഫ് സമ്മ, പിന്നെ പറയും അമ്യ, പിന്നെ എന്താ ഫായിസ പറയാത്ത? ഫായിസ പെടില്ലേ? ഉണ്ടല്ലോ. പിന്നെണ്ടാ? ഇനി ഉണ്ടോ? ആരെങ്കിലും പറ. പിന്നെണ്ടാ? ഇനിയുണ്ടാ? ഇവിടെ സമ്മ ഉണ്ട് അല്ലേ? ഇനി മക്സൂറയായ അലിഫ്, അതുകൊണ്ട് മുഅന്നസ് ഏതൊക്കെയാ? പിന്നെ സബീല്, അത് മക്സൂറ, സമായി അല്ലോ.
ആ അത്രേ ഉള്ളൂ, ഉഹ്റാൻ തന്നെ ഉള്ളൂ. ആ സൽമ ഉണ്ട് കേട്ടോ, സൽമ അതുകൊണ്ട്, പക്ഷെ അത് ഹക്കീക്ക മുഅന്നസും ആവും, മക്സൂറായതും ആവും. പിന്നെ ഇനി ഇത് സമായിയായ മുഅന്നസ്. ആ അത് സബീൽ. ഓക്കെ. പിന്നെ ഉദിന്. ആ പിന്നെ പിന്നെ 10 മിനിറ്റ് കേട്ടോ. പിന്നെ ഏതാ? അത്രേ ഉള്ളൂ. ഹലോ. ആ ദാറ്. പിന്നെ ഏതാ? കഴിഞ്ഞോ? ത്വരീക്ക് പറഞ്ഞിരുന്നു നമ്മള്, ഇല്ല അല്ലേ? ആ ഓക്കെ. പിന്നെണ്ടാ? ഇനിയുണ്ടാ? ഇനി ഒരു മുഅന്നസ് കൂടി കാണുന്നുണ്ടായില്ലേ, നമ്മൾ പറയാത്തൊരു മുഅന്നസ്. ഏതാണ്? സൊമ്മ. അവൻ്റെ കഴിയട്ടെ, 10 മിനിറ്റ് കേട്ടോ. തസ്മ അല്ല, അതിൽ എങ്ങനെ മുഅന്നസാണ്? അത് ഫീലല്ലേ? ആ സിയാറത്ത്. അത് സിയാറത്ത് മുഅന്നസാണ്. എന്തുകൊണ്ടാണ് അത്? താവ് കൊണ്ട് മുഅന്നസ്, സിയാറത്ത്. ഓക്കെ. യെസ്. അപ്പം മഫ്ഊല് 3 വിധം നമ്മൾ പഠിച്ചു. ഇനി പറയാൻ പോകുന്നത്, അല്ല മഫ്ഊലല്ല, മുഅന്നസ് 3 വിധം. ഇനി മഫ്ഊലുകളെ കുറിച്ചാണ് പറയുന്നത്. മഫ്ഊലുകൾ 5 വിധമുണ്ട് എന്ന് പറയാം. മഫ്ഊലുകൾ 5 വിധം. ഒന്ന് മഫ്ഊല് മുത്ലഖ്, മഫ്ഊല് ബിഹി, മഫ്ഊല് ഫീഹി, മഫ്ഊല് ലഹു, മഫ്ഊല് മഅഹു. ഈ 5 മഫ്ഊലുകളുള്ളത്, പേര്. ഒന്ന് മഫ്ഊല് മുത്ലഖ്, മഫ്ഊല് ബിഹി, മഫ്ഊല് ഫീഹി, മഫ്ഊല് ലഹു, മഫ്ഊല് മഅഹു. അതിൽ മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ അത് മസ്തറായിരിക്കും. ഉദാഹരണം നോക്ക്, ലറബ്തു ലർബൻ, ഞാൻ ഒരു അടിക്കൽ അടിച്ചു. ലറബ്തു ലർബൻ. പിന്നെ മഫ്ഊൽ ബിഹി, അതെന്താണ്? ഫീല് വിട്ടുകിടക്കുന്നത്, ഫീൽ ഏതിലേക്കാണോ വിട്ടുകിടക്കുന്നത്, ഫീലിൻ്റെ പ്രവർത്തനം ഫായിലിൽ നിന്ന് വിട്ടുകിടക്കുന്നത് ഏതാണോ അതിനാണ് മഫ്ഊൽ ബിഹി എന്ന് പറയുക. അതാണ് ഒറിജിനൽ മഫ്ഊൽ. ലറബ്തു, ഞാൻ അടിച്ചു, സെയ്ദൻ, സെയ്ദിനെ അടിച്ചു. അപ്പോൾ സെയ്ദൻ എന്നുള്ളത് മഫ്ഊലാണ്. സെയ്ദൻ, ഞാൻ ആകുന്ന അടി കൊടുത്ത ആള്, എൻ്റെ അടി സെയ്ദിലേക്ക് എന്ത് ചെയ്തു? വിട്ടുകിടന്നു. സുംതു, അടുത്ത മഫ്ഊൽ ഫീഹി, അത് ലർഫാണ്. ഒരു സമയമോ അല്ലെങ്കിൽ സ്ഥലമോ ആയിരിക്കും. സുംതു, ഞാൻ നോമ്പ് നോറ്റു, ഷഹ്റൻ, ഒരു മാസം. ഷഹ്റൻ എന്നുള്ളത് ഒരു മാസം, അതെന്താണ്? ലർഫാണ്, ഒരു സമയമാണ്. മഫ്ഊൽ ലഹു, അതിലൊരു ലാമിൻ്റെ മായന ഉണ്ടാവും, വേണ്ടി എന്നുള്ള അർത്ഥം. കുംതു, ഞാൻ നിന്നു. ഇവിടെ നോക്കി നിങ്ങൾ, കുംതു, ഞാൻ നിന്നു, ഇജ്ലാലൻ, ബഹുമാനിക്കാൻ വേണ്ടി ഉണ്ടാവും. അപ്പോൾ ഒരു ലാമിൻ്റെ അർത്ഥം. പിന്നെ മഫ്ഊൽ മഅഹു, അതൊരു മഅൻ്റെ അർത്ഥം ഉണ്ടാവും. ആ പേരിന് തന്നെ മനസ്സിലാവും മഅൻ്റെ അർത്ഥം. സിർതു വൻ നൈല, ഞാൻ നൈൽ നദിയോടൊപ്പം നടന്നു.
അപ്പോൾ വാവുണ്ടാവും മഫൂൽ മഅഹൂൽ എപ്പോഴും വാവുണ്ടാവും. വന്നയില സിർത്തു ഞാൻ നടന്നു, വന്നയില നെയിൽ നദിയോട് കൂടെ, നെയിൽ നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്, അതിനോട് കൂടെ ഞാനും നടന്നു. അപ്പം ഇങ്ങനെ 5 മഫൂലുകളുള്ളത്. മഫൂൽ മുത്തലക്ക്, മഫ്ഊല് ബിഹി, മഫ്ഊല് ഫീഹി, മഫ്ഊല് ലഹു, മഫ്ഊല് മഅഹു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ബാബുൽ മഫാഇലി, മഫ്ഊലുകളെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. മഫ്ഊലിന്റെ ബഹുവചനമാണ് മഫാഇൽ. വഹിയ, മഫ്ഊലുകൾ ഖംസത്തു അളുറുബിൻ, 5 ഇനങ്ങളാണ്. കുല്ലുഹ മൻസൂബത്തുൻ, എല്ലാം നെസ്ബ് വെക്കപ്പെട്ടതാണ്. ഈ 5 എണ്ണവും നെസ്ബ് വെക്കപ്പെട്ടതാണ്. 5 നെസ്ബാണ്. 5 ഇനം അയച്ചിട്ട് അതിന് ഇറാബിന് വ്യത്യാസമൊന്നുമില്ല, നെസ്ബ. ഏതൊക്കെയാണ് അത്? ഒന്ന് അൽ മഫ്ഊലുൽ മുത്ലഖു, ഒന്ന് മഫ്ഊൽ മുത്ലഖ്, അതാണ് ഒന്നാമത്തെ, നമ്മൾ പറഞ്ഞു, മസ്തറാണല്ലോ. മറ്റൊന്ന് അൽ മഫ്ഊൽ ബിഹി, രണ്ടാമത്തത് മഫ്ഊൽ ബിഹിയാണ്. മൂന്നാമത്തത് മഫ്ഊൽ ഫീഹി, നാലാമത്തത് മഫ്ഊൽ ലഹു, അഞ്ചാമത്തത് മഫ്ഊൽ മഅഹു. ഈ 5 എണ്ണം. ഒന്ന് മഫ്ഊൽ ബിഹി, മഫ്ഊൽ ഫീഹി, മഫ്ഊൽ ലഹു, മഫ്ഊൽ മഅഹു. ഈ 5 എണ്ണമാണ്. ഇത് വേണ്ട, ഇത് വരാം. മൻദൂം, ആ മൻദൂമിന്റെ പേര് എഴുതുക. മൻദൂമിന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? അതിന്റെ പേര് എഴുതുക. കംതസ്തക്കീന്നല്ലേ? അല്ല, കംതസ്തക്കീന്ന് പദ്യത്തിന്റെ പേര്. വേണ്ട. ഫസ്ലുൻ വൽ മഫ്ഊലുൽ മുത്ലഖു, മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ വഹുവൽ മസ്ദറു, അത് മസ്ദറാണ്. നഹ്വു ളറബ്തു ലർബൻ, ളറബ്തു ലർബൻ. അവിടെ ഫലർബൻ, ലർബൻ എന്നത് നെസ്ബുൻ, അത് നെസ്ബു വെക്കപ്പെട്ടതാണ്. അലൽ മസ്ദരി, മസ്ദർ പ്രകാരം, മസ്ദർ പ്രകാരം അത് നെസ്ബു വെക്കപ്പെട്ടതാണ്. ഖാല അല്ലാഹു തആല, അതിന് തെളിവ് പറയണം. അല്ലാഹു തആല പറഞ്ഞു വനുസ്സിലൽ മലായികത്തു തൻസീല. നുസ്സിലന്റെ മസ്ദറാണ് തൻസീൽ. നസ്സല യുനസ്സിലു, നുസ്സില യുനസ്സലു, അപ്പോൾ അതിൻ്റെ മസ്ദർ തൻസീല. വഖാല തആല സുമ്മ ഖബൽനാഹു ഇലൈന ഖബ്ലൻ യസീറ, ഖബ്ലൻ, ഇവിടെ ഖബ്ലൻ, ഇവിടുത്തെ തൻസീല, മസ്ദറാണ് മഫ്ഊൽ മുത്ലഖ്. മൗലൂ, മൗലൂ, വഖദ് യൻസിബുൽ മസ്ദറു, ചിലപ്പോൾ ഈ മസ്ദർ നസ്ബ് ചെയ്യും. എന്തിനിക്ക്? അൽ ഇസ്മ, ഇസ്മിനിക്ക്. ഇസ്മിനിക്ക് എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. ഇതുപോലെ തന്നെ കമാ യൻസിബുഹു, ഇസ്മിനിക്ക് നസ്ബ് ചെയ്യുന്നത് പോലെ, അൽ ഫീലു, ഫീൽ നസ്ബ് ചെയ്യുന്നത് പോലെ, ഫീല് നസ്ബ് ചെയ്യുന്ന പോലെ മസ്ദർ എന്ത് ചെയ്യും? ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും. ഓക്കെ,
ഉദാഹരണം കണ്ട തക്കൂലു നീ പറയും അഴജബക്ക ലർബുൻ മസ്തറാട്ട. ഈ ലർബുൻ എന്നുള്ളത് മസ്തറാണ്. അഴജബക്ക നിന്നെ അത്ഭുതപ്പെടുത്തി, ലർബുൻ അടിക്കൽ അത്ഭുതപ്പെടുത്തി. ആരടിക്കൽ? സെയ്ദുൻ സെയ്ദ് അടിക്കൽ അത്ഭുതപ്പെടുത്തി. അംറൻ അംറിനെ അടിക്കൽ അത്ഭുതപ്പെടുത്തി. സെയ്ദ് അംറിനെ അടിക്കുക. അപ്പോൾ ഈ അംറ് എന്നുള്ള എനിക്ക് ഈ പദ അംറ് എന്നുള്ള എനിക്ക് നെസ്ബ് ചെയ്തത് ഈ ലർബ് എന്നുള്ള മസ്തറാണ്. ഫീല് നെസ്ബീനെ പോലെ തന്നെ അഴജബക്ക ലർബുൻ സെയ്ദ് എന്നുള്ളത് ഈ ലർബ് എന്നുള്ളതിൻ്റെ ഫായിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മസ്തറും ഫീലിൻ്റെ അമൽ ചെയ്യും. മസ്തർ ഫീലിൻ്റെ അമൽ ഫീലിൻ്റെ അമൽ എന്താണ്? ഫായിലിക്ക് റഫും മഫ്ഊലിക്ക് നെസ്ബും ചെയ്യലല്ലേ. അതേപോലെ ഇവിടുത്തെ എന്ത് ചെയ്തു? ഈ മസ്തർ എന്ത് ചെയ്തു? മഫൂലിക്ക് നെസ്ബും ഫായിലിക്ക് റഫും ചെയ്തു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത് നമ്മളിപ്പോൾ മഫ്ഊല് എന്ന് പറഞ്ഞാൽ മഫൂല് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ മസ്തറാണ് എന്ന് പറഞ്ഞു. അത് നെസ്ബ് ചെയ്യപ്പെട്ട് വരുമ്പോൾ മഫൂല് മുത്തലക്കാവും. ഇനിയിപ്പോൾ ഒരു മസ്തറിൻ്റെ ഒരു ഹുക്കുമ് പറയാണ്. മസ്തറും ഒരു ഫീൽഡ് നെസ്ബ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യും? നെസ്ബ് ചെയ്യും. ഫീലും മഫൂലിക്ക് നെസ്ബ് ചെയ്യുന്ന പോലെ നെസ്ബ് ചെയ്യും. ഉണ്ടോ? ബി തൻവീനി ലർബിൻ. ബാക്കി അവിടെ ലർബിനിക്ക് തൻവീൻ ചെയ്തുകൊണ്ട് ലർബുൻ എന്ന് വായിക്കണം കേട്ടോ. ലർബു എന്നല്ല, തൻവീൻ ഇല്ലാതെ അല്ല, തൻവീനോട് കൂടെ വായിക്കണം. അല്ലാഹു താല പറഞ്ഞു ഔ ഇത്വാമുൻ മസ്തറാണ്. അത്വാമ യുത്ഇമുന്റെ മസ്തറാണ് ഇത്വാമു എന്നുള്ളത്. ഫീ യൗമിൻ ദീ മസ്ഗബത്തിൻ യതീമൻ. കണ്ടോ? ഈ യതീമൻ എന്നുള്ളത് ഈ ഇത്ആമു എന്നുള്ളത് നെസ്ബ് ചെയ്തതാണ്. ഇത്ആമു എന്നുള്ളതിൻ്റെ മഫൂലാണിത്. ആണോ? ഫനുസിബ യതീമൻ. യതീമ് എന്നുള്ളത് നെസ്ബ് വെക്കപ്പെട്ടു ബിൽ മസ്തരി മസ്തർ കൊണ്ട്. ഇത്ആം എന്നുള്ള മസ്തർ കൊണ്ട്. ഏതാ മസ്തർ? വഹുവൽ ഇത്ആമു. മസ്തർ ഇത്ആമാണ്. അപ്പം ഇങ്ങനെ ലർബുൻ സെയ്ദുൻ അംറൻ അങ്ങനെ തൻവീനോട് കൂടെ പറയാം. തഖൂലു നീ പറയും അഅജബക ലർബു സെയ്ദിൻ. കണ്ടോ? ഇങ്ങനെയും പറയാം കേട്ടോ. ലർബു സെയ്ദിൻ അതായത് ഫായിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ട് ലർബു സെയ്ദിൻ അംറൻ ബി ഇലാഫത്തി ലർബി ലർബിനെ ഇലാഫത്ത് ചെയ്തിട്ട് ഇലാ സെയ്ദിൻ സെയ്ദിലേക്ക് ഇലാഫത്ത് അങ്ങനെയും പറയാം. അല്ലാഹു തആല പറഞ്ഞു ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു. ദിക്റു ഈ ദിക്ർ എന്നുള്ളത് മസ്തറ. ദക്കറ യദ്കുറു ദിക്ർ. അതിൻ്റെ മഫൂലാണ് അബ്ദഹു. അതെന്ത് ചെയ്തു? റഹ്മത്തി എന്നുള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പം അങ്ങനെയും ഇലാഫത്ത് ചെയ്തിട്ടും പറയാം. ഫനുസിബ അബ്ദുഹു. അബ്ദ് എന്നുള്ളതിന് നെസ്ബ് ചെയ്യപ്പെട്ടു ബിർ റഹ്മത്തി റഹ്മത്ത് കൊണ്ട്. അപ്പോൾ അത് റഹ്മത്ത് എന്നുള്ളത് മസ്തറ കേട്ടോ. റഹ്മത്ത്. അപ്പോൾ റഹ്മത്ത് റബ്ബിൻ്റെ റഹ്മത്ത് ആർക്ക് ചെയ്തത്? അടിമക്ക് ചെയ്തതിനെ. അപ്പോൾ ഈ ദിക്റല്ല, റഹ്മത്ത് എന്നുള്ള മസ്തറാണ് ഇവിടെ. അള്ളാഹു നിന്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ ഓർക്കുക. നിന്റെ റബ്ബിൻ്റെ കാരുണ്യം ആരോട് ചെയ്ത കാരുണ്യത്തിനെ? അബ്ദഹു അവൻ്റെ ഇഷ്ടദാസനായ സക്കരിയ നബി അലൈഹി സ്വലാമിനോട് ചെയ്ത കാരുണ്യത്തിനെ ഓർക്കുക. അപ്പോൾ ഈ റഹ്മത്തി എന്നുള്ളതിൻ്റെ മസ്തർ കൊണ്ട് ഈ മസ്തർ കാരണമായിട്ട് അബ്ദഹു എന്നുള്ളതിന് നെസ്ബ് ചെയ്യപ്പെട്ടു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ചുരുക്കി പറഞ്ഞാൽ കാശിഫ ഫൈസാൻ ചുരുക്കി പറഞ്ഞാൽ മഫ്ഊൽ 5 വിധമുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് മഫ്ഊൽ മുത്തലക്ക് എന്നാണ് അതിൻ്റെ പേര്. അത് മസ്തർ തന്നെയാണ് മഫ്ഊൽ മുത്തലക്ക്. ലറബ്തു ലർബൻ നുസിലൽ മലായികു തൻസീല ഖബദ്നാഹു ഖബ്ലൻ യസീറ അവിടെയൊക്കെ പറഞ്ഞ പോലെ. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞാണ് ഈ മസ്തർ ചിലപ്പോൾ ഫീലിൻ്റെ അമല് ചെയ്യും. അങ്ങനെ ഉദാഹരണം പറഞ്ഞാണ് അഅജബക ലർബുൻ സെയ്ദുൻ അംറൻ മഫ്ഊലിക്ക് നെസ്ബ്. ഇനി അങ്ങനെ അഅജബക ലർബുൻ സെയ്ദുൻ എന്ന് വായിക്കുക ലർബു സെയ്ദിൻ അംറൻ അങ്ങനെ തൻവീൻ ഇല്ലാതെ ഇലാഫത്ത് ചേർത്തുകൊണ്ടും പറയാവുന്നതാണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യണേ. നോട്ട് ചെയ്തില്ലേ? അപ്പം
പാൽ. ഓക്കെ, ക്ലിയർ അല്ലേ? നോട്ട് ചെയ്തില്ലേ? യെസ്, ബാക്കി അടുത്ത ദിവസം പറയാം. നോക്കണേ, ഒന്ന്